വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് ബീച്ച് റോഡിൽ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ വടകര സ്വദേശിയായ യുവാവ് അപകടത്തിൽ മരിച്ചു. വടകര കടമേരി സ്വദേശി ആൽവിൻ ടി.കെ ആണ് മരിച്ചത്. വാഹനങ്ങളുടെ ചേസിംഗ് വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ആൽവിൻ. അതിനിടെ കൂട്ടത്തിൽ തന്നെ ഒരു വാഹനം ഇടിക്കുകയായിരുന്നു. എം.എസ്. അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അതിനു മുമ്പ് ദൃക്സാക്ഷിയുടെ പ്രതികരണത്തിലേക്ക്. ട്രാക്കിൽ രണ്ട് ട്രാക്കിൽ ഇത്ര ഒരു ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. ഒരു മിനിമം ഗ്യാപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിലുള്ള ടീമുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഓരോക്കാണ് പിടിച്ച് ഞങ്ങൾ അവിടെ സെക്യൂരിറ്റി പണിക്ക് പോകുന്ന ആളും പിന്നെ ഇവിടെ ഒരാളുണ്ട് തടിച്ചിട്ടുള്ള മൂപ്പറൊക്കെയാണ് ഇതിനുള്ളിലേക്ക് കയറ്റി വിടുന്ന ആൾക്കാർ. രണ്ട് ഒറ്റൊന്നില്ല. റീൽസ് ആണോന്ന് അറിയില്ല. നമ്മൾ ഈ രണ്ട് ഗ്യാപ്പിൽ എങ്ങനെ വരുന്നത് വണ്ടി അത്രയും ഗ്യാപ്പ് ഒന്നുമില്ല. രണ്ട് വണ്ടി നിർത്തി കഴിഞ്ഞു. ആൽബിന് ഈ ആൻഡ്രീന്റെ താഴത്ത് ഈ ആൻഡ്രിയിലില്ലേ ഈ ഇരുമ്പിന്റെ പൈപ്പ് അതാ അതിന്റെ താഴത്ത് അവിടെ ഇങ്ങനെ ഉണ്ട് കിടക്കുന്നത്. അപ്പോഴാണ് ഓരോ എടുക്കുന്നത്. CCTV കണ്ടിട്ടുണ്ട്. CCTV കാണുന്ന സമയത്ത് ഇയാള് റീൽസ് എടുക്കുന്ന ലെവലല്ല ഉള്ളത്. ഇയാള് റോഡിന്റെ സെന്ററിൽ നിൽക്കുകയാണ്. കാരണം CCTVയിൽ ഇയാളെ മുഖം വ്യക്തമല്ല. ഈ ആക്സിഡന്റ് പറ്റിയ ആളെ അതിന്റെ ഈ സാധനം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ രണ്ട് വണ്ടി വന്നൊരു വണ്ടി ഇടിച്ച് തെറിപ്പിക്കുന്ന സീൻ അതിൽ കാണുന്നുണ്ട് CCTVയിൽ. ഇവിടെ സൺഡേയിൽ ഈ ലീവ് ദിവസങ്ങളിൽ രാവിലെയൊക്കെ ഇങ്ങനത്തെ പുതിയ ബൈക്കുകളും നല്ല എന്താ പറയുക കോസ്റ്റലായ കാറുകളൊക്കെ വന്ന് റീൽസ് എടുക്കാറുണ്ട്. പല ബൈക്ക് ബുള്ളറ്റിലും പുതിയ മോഡൽ ഇറങ്ങുന്ന വണ്ടിയൊക്കെ വന്നിട്ട് ഇവിടുന്ന് റീൽസ് എടുക്കാറുണ്ട്. ഇതിൻ്റെ മുന്നേ ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് ഓടിപ്പോയിട്ട്. ദൃക്സാക്ഷികളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എം.എസ്. അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, വളരെ സജീവമായ ഒരു പൊതു റോഡിൽ വളരെ സാഹസികമായി റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അങ്ങനെയാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. CCTV ദൃശ്യങ്ങളിലും അത് വ്യക്തമാണെന്ന് അവർ പറയുന്നു, അല്ലേ? തീർച്ചയായും. നമുക്കറിയാം, നേരത്തെ നമ്മളോട് സംസാരിച്ച നാട്ടുകാരൻ സംസാരിച്ചതുപോലെ തന്നെ വളരെ സജീവമായ റോഡാണ്. പക്ഷെ ഞായറാഴ്ചകളിലും മറ്റുമൊക്കെ ഏറെ ആളുകൾ റീൽസ് എടുക്കാനും മറ്റുമൊക്കെയായി ഇവിടെ എത്താറുണ്ട്. പുതിയ ബൈക്കുകൾ സ്വന്തമാക്കുമ്പോഴോ അല്ലെങ്കിൽ പുതിയ കാറുകളോ എടുക്കുമ്പോഴൊക്കെ അതിന്റെ വീഡിയോ ചിത്രീകരണത്തിനായി പലരും തെരഞ്ഞെടുക്കുന്ന ഒരു വഴി തന്നെയാണ് ഇത്. ഇത്തരം ഒരു സ്ഥലത്താണ് ഇന്ന് അപകടം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും തിരക്കേറിയ ഒരു മേഖലയാണ്. വെള്ളയിൽ ഭാഗം മുതൽ ബീച്ച് റോഡ് വരെ ആളുകൾക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർ എത്തുന്ന ഒരു തിരക്കേറിയ സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു റീൽസ് എടുത്തത്. ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷനോട് വളരെ ചേർന്ന് തന്നെയുള്ള ഒരു റോഡാണ്. അതിന്റെ രണ്ട് വശത്തായാണ് ഗതാഗതമുള്ളത്. ഒരു വശത്തൂടെ കോനാട് ബീച്ച് ഭാഗത്തേക്ക് പോകുന്നു, മറുവശത്തൂടെ ഈ മെയിൻ ബീച്ചിലേക്ക്, അതായത് സൗത്ത് ബീച്ച് അടക്കമുള്ള ഇടങ്ങളിലേക്ക് വരുന്ന ഇടവും. അതിൽ ഒരു വശത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു വശത്തൂടെ തന്നെയാണ് ഈ രണ്ട് വാഹനങ്ങളും ഈ വെള്ളയിൽ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്ക് വരികയായിരുന്നത്. അതിൽ ഒരു വാഹനം പെട്ടെന്ന് നിയന്ത്രണം വിട്ട് ഈ യുവാവിനെ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ കൂടുതൽ ഈ സംഭവത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള ഒരു സ്വകാര്യ കാർ ഈ ഡീറ്റെയിലിംഗ് സ്ഥാപനമാണ്. ഈ കാറിന് ഉള്ളിലെ ഇന്റീരിയർ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിന്റെ മാറ്റുകൾ ഇടുക, മറ്റ് പോളിഷിംഗ് അത്തരമൊക്കെ ജോലി ചെയ്യുന്ന ഒരു കാർ ഡീറ്റെയിലിംഗ് സ്ഥാപനത്തിൻ്റെതാണ് ഈ രണ്ട് വാഹനങ്ങളും. ഈ ഡിഫൻഡർ കാറും ഒപ്പം ഈ അപകടത്തിന് ഇടയാക്കിയ ബെൻസ് കാറും. ഈ രണ്ട് കാറുകളിലാണ് ഈ ആളുകൾ ഇവിടേക്ക് വന്നത്. അത് ഈ സ്ഥാപനത്തിന്റെ ഉടമകളായ ആളുകൾ തന്നെ ആയിരുന്നു. അതായത് ഈ മരിച്ച ആൽവിന്റെ സുഹൃത്തുക്കൾ കൂടിയാണ് ഇവർ. ഈ ആൽവിൻ കുറച്ചു നാൾ മുമ്പ് ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. അവരുമായി വലിയ സൗഹൃദവും അടുപ്പവും ഒക്കെ ഉള്ള ആളുകളാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് ഈ പുതിയ ഡിഫൻഡർ കാർ എടുത്തപ്പോൾ ഈ കാറിന്റെയും മറ്റ് ബെൻസ് കാറിന്റെയും കൂടി ചേർത്തുള്ള ഒരു റീൽസ് ഷൂട്ട് ചെയ്യാനായി, അതിന്റെ ഒരു പ്രൊമോഷണൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനായാണ് ഈ ആൽവിനെ അവിടെ എത്തിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ റീൽസ് ചിത്രീകരണത്തിലും മറ്റുമൊക്കെ ഒരു നല്ല കഴിവുള്ള ഒരു ആളായിരുന്നു. ഇക്കാര്യം നേരത്തെ തന്നെ തങ്ങളുടെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് തന്നെ ഈ യുവാക്കൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ആൽവിനെ വിളിക്കുന്നതും സൗഹൃദത്തിന്റെ പേരിൽ ആ റീൽസ് എടുക്കാനായി ചെല്ലുകയും ചെയ്തത്. പക്ഷെ ആ സമയത്താണ് ഈ വാഹനങ്ങൾ രണ്ട് വരിയായി വാഹനങ്ങൾ വരുന്നു. ഇതിനിടയിൽ നിന്ന് ആൽവിൻ റീൽസ് ചിത്രീകരിക്കുന്നു, വീഡിയോ ചിത്രീകരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇതിലൊരു വാഹനം ഇടിക്കുകയും മറുവശത്തേക്ക് ഈ പോലീസ് സ്റ്റേഷൻ സൈഡിലുള്ള ഈ റോഡിന്റെ ഓരത്തുള്ള കമ്പിവരിയുടെ ഭാഗത്തേക്ക് ആൽവിൻ പോവുകയും ചെയ്തു. അതാണ് ഈ നാട്ടുകാരും പറയുന്നത്. ശരി, എം.എസ്. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സജീവമായ പൊതു റോഡിൽ സാഹസികമായ റീൽസ് ചിത്രീകരിക്കുന്നതിനിടെയാണ് യുവാവിന് ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. നടി ആക്രമണ കേസിൽ നീതി തേടി രാഷ്ട്രപതിക്ക് അതിജീവിതയുടെ കത്ത്. മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി പരിശോധിച്ചതിൽ ഇടപെടണമെന്നാണ് ആവശ്യം. അതേസമയം കേസിൽ നാളെ അന്തിമവാദം തുടങ്ങും. കേസ് അന്തിമഘട്ടത്തിലെത്തി നിൽക്കെയാണ് രാഷ്ട്രപതിക്ക് അതിജീവിത കത്തയച്ചത്. കേസിൽ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് ചട്ടവിരുദ്ധമായി പരിശോധിച്ചതിൽ നീതി തേടിയാണ് കത്തയച്ചത്.
ചട്ടവിരുദ്ധമായി മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചെന്ന് വ്യക്തമായിട്ടും നടപടിയുണ്ടായില്ല. ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും പരാതി നൽകിയിട്ടും നടപടിയില്ല. ജുഡീഷ്യറിയുടെ മേൽ ഭരണതലത്തിലാണ് നടപടിയെടുക്കേണ്ടതെന്നും അതിജീവിത കത്തിൽ പറയുന്നു. മെമ്മറി കാർഡ് കോടതിയുടെ പക്കലിരിക്കെ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ് ഉൾപ്പെടെ 3 പേർ മെമ്മറി കാർഡ് തുറന്നതായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. അതേസമയം കേസിൽ നാളെ അന്തിമവാദം തുടങ്ങും. നടപടിക്രമങ്ങൾ 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. വാദം പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. 5 ദിവസം കൊണ്ടാണ് പ്രതിഭാഗത്തിന്റെ സാക്ഷിവിസ്താരം പൂർത്തിയാക്കിയത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് കേസിന്റെ വിചാരണ നടപടികൾ നടക്കുക. 2018 മാർച്ച് 8-നാണ് നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ തുടങ്ങിയത്. ന്യൂസ് 18 കൊച്ചി. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ പോലീസ് കേസെടുത്തു. അമ്മയുടെ പരാതിയിലാണ് വാർഡനെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടിക്കെതിരെ ഇന്നും യുവജന സംഘടനകൾ പ്രതിഷേധം തുടർന്നു. കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രിയിലെ 3-ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച സംഭവത്തിൽ ഹോസ്റ്റൽ വാർഡനെതിരെ പോലീസ് കേസെടുത്തു. മകളെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയെന്ന അമ്മയുടെ പരാതിയിലാണ് കേസ്. വാർഡനെതിരെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളും കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ വനിതാ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടി. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. കമ്മീഷൻ അംഗം കുഞ്ഞായിഷ ഇന്ന് ഹോസ്റ്റലിലെത്തി വിദ്യാർത്ഥികളുടെ മൊഴിയെടുത്തു. വിദ്യാർത്ഥിനി ആത്മഹത്യയ്ക്ക് ശ്രമിക്കാൻ കാരണം വാർഡന്റെ മാനസിക പീഡനമാണെന്നാണ് സഹപാഠികളുടെ മൊഴി. മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഇന്നലെ പ്രകോപനമൊന്നുമില്ലാതെ പോലീസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. ഇന്നലത്തെ പ്രതിഷേധങ്ങളിൽ 90 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. കോൺഗ്രസിൽ വി.ഡി. സതീശനെ ലക്ഷ്യമിട്ട് പുതിയ നീക്കം. സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ പുതിയ അച്ചുതണ്ടിനെതിരെ ശക്തിപ്പെടുന്ന പടയൊരുക്കമാണ് ചാണ്ടി ഉമ്മനിലൂടെ പുറത്തുവന്നത്. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അവഗണിച്ചുവെന്ന ചാണ്ടി ഉമ്മന്റെ വികാരത്തിനൊപ്പം നിൽക്കുന്നവരുടെ എണ്ണം ഏറുകയാണ്. പ്രതീക്ഷിച്ചതാണ് ചാണ്ടി ഉമ്മന്റെ തുറന്നുപറച്ചിൽ. സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയിൽ പാലക്കാട് പ്രചരണത്തിനെത്തിയില്ല. ഒടുവിൽ നേതൃത്വം അനുനയിപ്പിച്ചെങ്കിലും തന്നെ അവഗണിച്ചുവെന്ന് ചാണ്ടി തുറന്നു പറയുകയാണ്. ഇവിടെ ചിലർ മാറ്റി നിർത്തപ്പെടുകയും ചിലർ മാത്രം വരികയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട് താഴേത്തട്ട്. ഞാൻ ആ സമയത്ത് ചർച്ച ചെയ്യാതിരുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ചുമതല കൊടുത്തിരുന്നു, എനിക്ക് അതെന്താണ് എന്നെനിക്കറിയില്ല. അത് ഞാൻ കൂടുതൽ അതൊരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതുകൊണ്ടാണ് പാർട്ടി വിളിക്കുമ്പോൾ പോകണം ഒരു നിലപാടിലേക്ക്. ചാണ്ടി ഉമ്മൻ ഒരു തുടക്കമാണ്. കോൺഗ്രസിൽ രൂപപ്പെടുന്ന പുതിയ അച്ചുതണ്ടിനെതിരായ പടയൊരുക്കം. ലക്ഷ്യം വി.ഡി. സതീശനാണ്. പട നയിക്കുന്നത് രമേശ് ചെന്നിത്തലയും കെ സുധാകരനും അടങ്ങുന്ന ചേരി. എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകേണ്ടതാണ് പാർട്ടി നേതൃത്വത്തിന്റെ ചുമതല. അത് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ആ കാര്യം സംസാരിച്ച് എന്താണെന്ന് നേതൃത്വം ബോധ്യപ്പെടും എന്നാണ് എന്റെ വിശ്വാസം. നേതൃത്വത്തിന് പിഴവ് പറ്റിയെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ആരുടെയും പേര് പരാമർശിക്കുന്നില്ലെങ്കിലും ലക്ഷ്യം വ്യക്തമാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാം ഐക്യത്തോടെ കൃത്യമായി മുന്നോട്ടു പോകുന്നുവെന്ന് നേതൃത്വം അവകാശപ്പെടുന്നതിനിടെയാണ് പാളയത്തിൽപ്പെട പരസ്യനീക്കം നടത്തുന്നത്. എല്ലാം നേതൃത്വം പറയുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അദ്ദേഹം അത് പാർട്ടി നേതൃത്വത്തോടല്ലേ പറഞ്ഞത്, എന്നോടല്ലോ പറയുന്നത്. അപ്പോൾ പാർട്ടി നേതൃത്വത്തോട് ആളുകൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പാലക്കാട് തെരഞ്ഞെടുപ്പോ ചാണ്ടി ഉമ്മന്റെ പരാതിയോ മാത്രമല്ല വിഷയം. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ പുതിയ നിര ശക്തിപ്പെടുന്നതിനുള്ള മറുപടിയാണിത്. സുധാകരനെ മാറ്റി യുവ നേതൃത്വത്തെ കെ.പി.സി.സി. അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവരണമെന്നതാണ് സതീശന്റെ ആവശ്യം. പാർട്ടിയും മുന്നണിയും കൈപ്പിടിയിലാക്കാനുള്ള ഈ നീക്കത്തെ ചെറുക്കുക തന്നെയാണ് സതീശൻ വിരുദ്ധ ചേരിയുടെ ലക്ഷ്യം. ഈ ചേരിയിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ പഴയ നേതാക്കൾ ഒന്നിക്കുന്നു എന്നതും ശ്രദ്ധേയം. ഉമ്മൻചാണ്ടിയുടെ മകനെ മുൻനിർത്തി നടത്തുന്ന പടയൊരുക്കം ലക്ഷ്യസ്ഥാനത്തെത്തുമോ എന്നത് കണ്ടറിയണം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നുമില്ലെന്ന്
നേതൃത്വം ആവർത്തിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിനുള്ളിലെ ഭിന്നതകൾ മറനീക്കുന്നത്. വി ഡി സതീശൻ, ഷാഫി പറമ്പിൽ കൂട്ടുകെട്ടിനെതിരെ ഉമ്മൻചാണ്ടി, കെ കരുണാകരൻ വിശ്വസ്തരെ ഒപ്പം നിർത്തി ചാണ്ടി ഉമ്മൻ തുടക്കമിട്ടിരിക്കുന്ന അമർഷം ഏതൊക്കെ നേതാക്കൾ ഏറ്റെടുക്കും എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. ചാണ്ടിയുമ്മന്റെ പരാതിയിൽ പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. KPCC അധ്യക്ഷൻ വിശദീകരിക്കുമെന്ന് മാത്രമായിരുന്നു മറുപടി. MK രാഘവനെതിരായ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തിലും സതീശൻ പ്രതികരിച്ചില്ല. ഞാനതിനൊന്നും മറുപടി പറയില്ല. ഞാനെങ്ങനെ മറുപടി പറയണം? ഞാനതിനൊന്നും മറുപടി പറയും. അത് KPCC പ്രസിഡന്റിനോട്. ഇല്ല, ഞാൻ അതിനൊന്നും മറുപടി പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ നിർബന്ധിച്ച് ഞാൻ പറയും. ഞാനൊന്നും മറുപടി പറയും. വേറെ വല്ലതും ഉണ്ടോ? വേറെ ഏതിലും ഇനി സമ്മേളനകാലം. കരുനാഗപ്പള്ളിയിലെ സമ്മേളനങ്ങൾ അലങ്കോലപ്പെട്ടതിൽ ജില്ലാ സംസ്ഥാന നേതാക്കളെ കുറ്റപ്പെടുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രശ്നം പരിഹരിക്കുന്നതിൽ നേതൃത്വത്തിന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. അതേസമയം കരുനാഗപ്പള്ളിയിലേത് വിഭാഗീയതയല്ലെന്നും വ്യക്തിപരമായ താൽപര്യങ്ങളുടെ പുറത്തു നടന്ന ചേരിതിരിവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നുമാണ് പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശം. ജില്ലാ സമ്മേളന പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുമ്പോഴാണ് MV ഗോവിന്ദൻ കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങളിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. പരസ്യ പ്രതിഷേധത്തിനും പ്രകടനത്തിനും വഴിവെച്ച കരുനാഗപ്പള്ളിയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതിൽ സംസ്ഥാന ജില്ലാ നേതാക്കൾക്ക് ഒരുപോലെ വീഴ്ച വരുത്തിയെന്നാണ് വിമർശനം. പ്രശ്നത്തിന്റെ ഗൌരവം തിരിച്ചറിഞ്ഞ് ക്രിയാത്മകമായും സമയബന്ധിതമായും ഇടപെടുന്നതിലും സംസ്ഥാന നേതൃത്വത്തെ ധരിപ്പിക്കുന്നതിലും നേതാക്കൾ വീഴ്ച വരുത്തി. സമ്മേളനം നടത്തിപ്പിനെത്തിയ നേതാക്കളെ പൂട്ടിയിട്ടത് ഗുരുതരമായ പ്രശ്നമാണ്. എന്നാൽ സമ്മേളനം പ്രശ്നങ്ങളില്ലാതെ നടത്തി തീർക്കുന്നതിൽ നേതാക്കൾക്കും വീഴ്ച പറ്റി. ഏരിയ കമ്മിറ്റി വിഷയം പരിഹരിക്കുന്നതിൽ പൂർണ്ണമായും പരാജയപ്പെട്ടു. സ്ഥിതി ഇത്രയേറെ മോശമായിട്ടും ഗൌരവ സ്വഭാവത്തോടെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചില്ലെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. വ്യക്തി താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചേരിപ്പോരും മത്സരവുമാണ് കരുനാഗപ്പള്ളിയിലെ പ്രശ്നമെന്ന് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന സെക്രട്ടറി വരെ നേരിട്ട് വരേണ്ട സാഹചര്യമുണ്ടായി. പാർട്ടി ജില്ലാ സംസ്ഥാന സെക്രട്ടറിമാർ ഇടപെട്ടിട്ടും സ്ഥാപിത താൽപര്യങ്ങളുമായി ചിലർ മുന്നോട്ട് പോയെന്നും റിപ്പോർട്ട് വിമർശിച്ചു. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയിൽ വിശദമായ പരിശോധനയും ശക്തമായ നടപടിയും ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതാണ് ജില്ലാ സെക്രട്ടറിയുടെ റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറിയുടെ വിമർശനവും. കൊല്ലത്തു നിന്നും TS ഹരീഷിനൊപ്പം VV അരുൺ, ന്യൂസ് 18. പാർട്ടി ജനങ്ങളെ കേൾക്കണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. പോരായ്മയുണ്ടെന്ന് ജനങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കണം, തിരുത്തുമെന്ന് അവരോട് പറയണമെന്നും കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് MA ബേബി പറഞ്ഞു. തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി CPM ഏരിയ സമ്മേളനത്തിന്റെ പൊതുയോഗം നടത്തിയതിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കേസ് രജിസ്റ്റർ ചെയ്തോ എന്ന് ചോദിച്ച കോടതി CI നേരിട്ട് ഹാജരാകണമെന്നും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം വഞ്ചിയൂരിൽ കോടതിയുടെയും പോലീസ് സ്റ്റേഷന്റെയും മുന്നിലാണ് ഗതാഗതം തടസ്സപ്പെടുത്തി പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായ വേദിയൊരുക്കിയത്. കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്തോ എന്ന് ഹൈക്കോടതി ചോദിച്ചു. ആരെല്ലാമാണ് പ്രതികളെന്ന് നാളെ അറിയിക്കണം. എവിടെ നിന്നാണ് പാർട്ടിക്കാർക്ക് ഇതിന് അധികാരം കിട്ടിയതെന്നും കോടതി വിമർശിച്ചു. കോടതിയലക്ഷ്യ നടപടി അനിവാര്യമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. റോഡിൽ സമ്മേളന പന്തൽ കെട്ടി ഗതാഗതം തടസ്സം സൃഷ്ടിച്ചതിൽ വീഴ്ച പറ്റിയെന്ന് CPM പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു പറഞ്ഞു. ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നുവെന്നും വഞ്ചൂർ ബാബു ന്യൂസ് 18നോട് വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അംഗീകരിക്കുന്നു. അന്നത്തെ ദിവസം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങള് സമ്മേളനം അവിടെ വഞ്ചൂർ ജംഗ്ഷനിൽ വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. ജനറൽ ഹോസ്പിറ്റൽ മുതൽ വഞ്ചൂർ വരെ. അപ്പോൾ അതിൽ ചെയ്തത് ആ നിയമപരമായി പരിശോധിച്ച് തെറ്റാണെന്ന് കാണാം. മനുഷ്യനല്ലേ, മനുഷ്യനാകുമ്പോൾ തെറ്റുകൾ പറ്റുമല്ലോ. വലിയ ഗതാഗത കുരുക്കുണ്ടാക്കി പന്തൽ കെട്ടേണ്ടിയിരുന്നില്ലെന്ന് CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് പ്രതികരിച്ചു. നമ്മൾ യഥാർത്ഥത്തിൽ ഈ റോഡ് അടച്ചിരുന്നെങ്കിലും നമ്മളൊരു റോഡിന്റെ ഭാഗമായിട്ടൊരു സ്ഥലത്തെടുത്ത് അങ്ങനെ ഒരു സ്റ്റേജ് കെട്ടേണ്ടിയിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായിരുന്നാലും ഇങ്ങനൊരു വിവാദം വന്ന സാഹചര്യത്തിൽ അത് വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എറണാകുളം പനമ്പള്ളി നഗറിലെ CPM സമ്മേളനത്തിനെതിരെയും കോടതിയുടെ വിമർശനമുണ്ടായി. ഇത്തരം പരിപാടികൾക്കുള്ള വൈദ്യുതി എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു. കേസ് മറ്റന്നാൾ പരിഗണിക്കും. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം. മാടായി കോളേജിൽ രാഷ്ട്രീയം നോക്കി ആരെയും നിയമിക്കാനാവില്ലെന്ന് MK രാഘവൻ MPയുടെ പ്രതികരണം. MPക്കെതിരായ പ്രതിഷേധം തെരുവിലെത്തിയതോടെ സംസ്ഥാന ഘടകത്തിന് പരാതി നൽകാനുള്ള നീക്കത്തിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം.
മാടായി കോളേജിലെ നിയമനം കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ സൃഷ്ടിക്കുന്നതിനിടയിലാണ് വിശദീകരണവുമായി MK രാഘവൻ MP രംഗത്തെത്തിയത്. താൻ കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസുകാരന് നിയമനം നൽകാനാവില്ല, ജോലി കിട്ടാത്തവരെ ഇളക്കിവിടുന്നത് ആരെന്നറിയാമെന്നും MK രാഘവൻ പറഞ്ഞു. നാക്ക് വിസിറ്റ് വരികയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. അതുകൊണ്ട് തൽക്കാലം എടുക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ടാണ് വീണ്ടും ഞാൻ സ്ഥാനത്തേക്ക് വന്നത്. ഇതിപ്പോൾ ഒരു 6-7 മാസം മുമ്പാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് നിയമനവുമായി ബന്ധപ്പെട്ട് വിഷയം വരുന്നത്. പഴയങ്ങാടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ MK രാഘവൻ MPയുടെ കോലം കത്തിച്ചു. കോൺഗ്രസ് സഹകരണ ഭരണസമിതി നേതൃത്വം നൽകുന്ന മാടായി കോളേജിൽ കോഴ വാങ്ങി CPM ബന്ധമുള്ള ജീവനക്കാരെ നിയമിക്കാൻ ശ്രമം നടത്തിയെന്ന് ആരോപിച്ചായിരുന്നു MK രാഘവൻ MPക്കെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പിന്നീട് DCC അച്ചടക്ക നടപടി സ്വീകരിച്ചു. 4 നേതാക്കളെ DC സസ്പെൻഡ് ചെയ്തു. കാപ്പടാൻ ശശിധരൻ, വരുൺ കൃഷ്ണൻ, KV സതീഷ് കുമാർ, KP ശശി എന്നിവർക്കെതിരെയായിരുന്നു നടപടി. പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയെടുത്തിൽ പ്രതിഷേധിച്ച് കുഞ്ഞിമംഗലം മണ്ഡലം കമ്മിറ്റി 1 അംഗമാണ് രാജിവെച്ചത്. MK രാഘവന്റെ മറുപടി കൊണ്ട് പ്രശ്നം കെട്ടടങ്ങില്ല. MK രാഘവനെതിരായ ജില്ലാ ഘടകത്തിന്റെ വികാരം KPC നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് സൂചന. ന്യൂസ് 18 കോഴിക്കോട്, കണ്ണൂർ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. CPMനെതിരെ കോടതി അലക്ഷ്യ കേസ് എടുക്കേണ്ടി വരുമെന്ന് ഹൈക്കോടതി. തിരുവനന്തപുരത്ത് വഴി തടഞ്ഞ് സമ്മേളന പന്തൽ ഒരുക്കിയതിൽ പരാമർശം. ആരെല്ലാമാണ് പ്രതികളെന്ന് നാളെ അറിയിക്കണം. കാൽനടക്കാർ റോഡിലൂടെ നടക്കേണ്ട അവസ്ഥയാണെന്നും കോടതി. വഴി തടഞ്ഞ് പന്തലിട്ടത് വഞ്ചിയൂരിൽ. തെറ്റുപറ്റിയെന്ന് സമ്മതിച്ച് CPM ജില്ലാ സെക്രട്ടറി V ജോയും ഏരിയ സെക്രട്ടറി വഞ്ചിയൂർ ബാബുവും. നടി ആക്രമിച്ച കേസിൽ രാഷ്ട്രപതിക്ക് അതിജീവിതയുടെ കത്ത്. മെമ്മറി കാർഡ് തുറന്നതിനെതിരെ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് കത്തിൽ. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നീതിയില്ലെന്നും നടി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ അന്തിമഘട്ടത്തിൽ. അന്തിമവാദം നാളെ ആരംഭിക്കും. വാദം പൂർത്തിയാക്കാൻ 2 ആഴ്ച സമയം ആവശ്യപ്പെടാൻ പ്രോസിക്യൂഷൻ. നടപടിക്രമങ്ങൾ 1 മാസം കൊണ്ട് പൂർത്തിയാക്കിയേക്കും. ദിലീപിന് ശബരിമലയിൽ സഹായം ചെയ്തത് ദേവസ്വം ഗാർഡുകളെന്ന് റിപ്പോർട്ട്. പോലീസിന് പങ്കില്ലെന്ന് ശബരിമല സ്പെഷ്യൽ പോലീസ് ഓഫീസർ. ദിലീപിന്റെ ശബരിമല ദർശന വിഷയത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ന്യൂസ് 18നോട്. അടുത്ത തീർത്ഥാടന കാലം മുതൽ ദർശന രീതിയിൽ മാറ്റം വരുത്താൻ ശ്രമം നടത്തുമെന്ന് PS പ്രശാന്ത്. കൊടിമരം കഴിഞ്ഞാൽ നേരിട്ട് അയ്യപ്പനെ കാണുക എന്ന രീതിയിൽ ദർശനം ക്രമീകരിക്കാനാണ് ശ്രമമെന്നും പ്രശാന്ത്. അടുത്ത തീർത്ഥാടന കാലത്തിനു മുമ്പ് റോപ്പ് വേ പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. കാർ ആംബുലൻസും ചരക്ക് നീക്കവും ആദ്യഘട്ടത്തിലുണ്ടാകും. റോപ്പ് വേ നിലവിൽ വന്നാൽ ഡോളി ആരംഭിക്കുന്നു. വാർത്തകളിലേക്ക്. പോത്തൻകോട് കൊല്ലപ്പെട്ട വയോധിക ബലാത്സംഗത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രഹസ്യഭാഗങ്ങളിൽ മുറിപ്പാടുകളുണ്ടെന്നും തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. VV വിനോദ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനോദ്, തുടക്കത്തിൽ ഒരു മോഷണ ശ്രമത്തിനിടെ നടന്ന ഒരു കൊലപാതകം എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത്. പക്ഷേ അതിക്രൂരമായാണ് ഭിന്നശേഷിക്കാരിയായ ഈ വയോധിക കൊല്ലപ്പെട്ടത് എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴാണ് വയോധിക ലൈംഗിക അതിക്രമത്തിന് വിധേയയായി എന്ന കാര്യങ്ങൾ വെളിപ്പെടുന്നത്. നേരത്തെ തന്നെ ആ തരത്തിലുള്ള ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ പ്രതി തൗഫീഖ് നേരത്തെ ഈ പോക്സോ കേസിലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള മറ്റ് കേസുകളിലും പ്രതിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ഒരു പ്രതി മോഷണം മാത്രമായിരുന്നില്ല ലക്ഷ്യമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. അതേസമയം ഈ പോത്തൻകോട് സ്വദേശിയായ പ്രതിക്ക് ഈ വയോധിക അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു, തങ്കമണി അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനെ കുറിച്ചുള്ള വിവരമുണ്ടായിരുന്നു എന്ന നിഗമനം കൂടി പോലീസിനുണ്ട്. കാരണം രാജാജി നഗറിൽ നിന്നാണ്, തിരുവനന്തപുരം നഗരത്തിലെ രാജാജി നഗറിൽ നിന്നാണ് ബൈക്ക് മോഷ്ടിക്കുകയും അവിടെ നിന്ന് പോത്തൻകോട് മംഗലപുരം ഭാഗത്തേക്ക് എത്തുകയും ചെയ്തത്. ആ സമയത്ത് ആ വാഹനം കേടാകുന്നുണ്ട്. തുടർന്ന് മറ്റൊരു ബൈക്കിൽ ലിഫ്റ്റ് ചോദിച്ചാണ് ഈ കൃത്യം നടന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടുവച്ചിരുന്ന സ്ഥലത്തേക്ക് പ്രതി എത്തി എന്ന് വേണം കരുതാൻ.
ഇങ്ങനെ ശാരീരികമായി ഉപദ്രവിച്ച ശേഷം പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. കമ്മലുകൾ അപഹരിച്ചിരുന്നു. ഈ കവർച്ച ചെയ്ത സ്വർണം പിന്നീട് ചാലയിലെ ഒരു ജുവലറിയിൽ നിന്ന് അന്വേഷണ സംഘം കണ്ടെത്തി 5000 രൂപയ്ക്ക് അവിടെ വിൽപ്പന നടത്തിയെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. ഏതായിരുന്നാലും ഈ കൊലപാതകത്തിന് പിന്നിൽ ലൈംഗിക അതിക്രമം കൂടി ഉണ്ടായി എന്ന വിവരമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത്. ആര്യ. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം രാഹുൽ ഗാന്ധിക്ക് പകരം മമതാ ബാനർജിക്ക് നൽകണമെന്നാവശ്യപ്പെട്ട RJD നേതാവ് ലാലു പ്രസാദ് യാദവ്. കോൺഗ്രസ് എതിർത്താൽ ഒന്നും സംഭവിക്കില്ല എന്നും ലാലു പ്രസാദ് യാദവ് വ്യക്തമാക്കി. മമത നേതാവാകട്ടെ എന്ന് ഒടുവിൽ ലാലു യാദവും വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യ ബ്ലോക്കിനെ നയിക്കാൻ മമതയെ അനുവദിക്കണമെന്ന് RJD നേതാവ് പറയുന്നു. ममता जी को जो दिया जाए, हाँ दे दे। 25 में बोल रहे हैं सरकार फिर से बना रहे हैं लालू जी। हाँ बनाएंगे हम लोग. നേരത്തെ ലാലുവിന്റെ മകനും RJD നേതാവുമായ തേജസ്വി യാദവ് മമത ഇന്ത്യ സഖ്യത്തെ നയിക്കുന്നതിൽ എതിർപ്പില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഹരിയാനയ്ക്ക് പുറകെ മഹാരാഷ്ട്ര കൂടി കൈവിട്ടതോടെയാണ് ഇന്ത്യ മുന്നണിയിൽ കലാപക്കൊടി ഉയർന്നത്. പ്രതിപക്ഷ ബ്ലോക്കിനെ ഫലപ്രദമായി നയിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് വ്യക്തമാക്കിയത്. പിന്നീട് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. നിരവധി നേതാക്കൾ മമതയെ സ്വാഗതം ചെയ്തു. അധിക ഉത്തരവാദിത്തം വഹിക്കാനുള്ള സന്നദ്ധതയിൽ സന്തോഷമുണ്ട് എന്ന് NCP നേതാവ് സുപ്രിയ സുലെയാണ് ആദ്യം പറഞ്ഞത്. ശനിയാഴ്ച ശിവസേന UBT MP പ്രിയങ്ക ചതുർവേദി മമതാ ബാനർജിയെ പ്രശംസിച്ചു. ബംഗാളിൽ BJPയെ അധികാരത്തിന് പുറത്തു നിർത്തി മമത മാതൃക കാണിച്ചതിനാണ് അംഗീകാരം. മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും NCP നേതാവുമായ ശരത് പവാർ മമതയുടെ നേതൃത്വത്തെ പിന്തുണച്ചതും ശ്രദ്ധേയമായി. എന്നാൽ മമതയെ നേതാവാക്കണമെന്ന വാദത്തെ തമാശയായാണ് കോൺഗ്രസ് കാണുന്നത്. നേതൃമാറ്റം ഇന്ത്യ മുന്നണി ചർച്ച ചെയ്തിട്ടില്ലെന്ന് നാഷണൽ കോൺഫറൻസ് നേതാവ് ഒമർ അബ്ദുള്ള പറയുന്നു. ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വർദ്ധിക്കുന്നുവെന്നാണ് ഈ അഭിപ്രായങ്ങൾ വ്യക്തമാക്കുന്നത്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം കോൺഗ്രസ് വിട്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ബാബരി മസ്ജിദ് തകർത്തതിൽ അഭിമാനം പ്രകടിപ്പിച്ച ശിവസേന UBT നേതാവ് മിലൻ നർവേക്കറുടെ പോസ്റ്റ് മഹാരാഷ്ട്രയിലെ സമാജ്വാദി പാർട്ടിയെ ചൊടിപ്പിച്ചു. മഹാവികാസ് അഘാടി സഖ്യം വിട്ടതായി SP നേതാവ് അബു അസ്മി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഭരണപക്ഷം തന്നെ സഭ തടസ്സപ്പെടുത്തുന്ന പതിവില്ലാത്ത സാഹചര്യമാണ് പാർലമെന്റിൽ. അദാനി വിഷയം കോൺഗ്രസ് ആവർത്തിച്ചുന്നയിക്കുന്നത് തടയാൻ ജോർജ് സോറസ് ബന്ധം ഉയർത്തി ഭരണപക്ഷം ആക്രമണം ശക്തമാക്കുന്നതാണ് കഴിഞ്ഞ 2 ദിവസമായി പാർലമെന്റിലെ സ്ഥിതി. അതിനിടെ രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി ഇന്ത്യ സഖ്യം. ഭരണപക്ഷവുമായി ചേർന്ന് രാജ്യസഭാ അധ്യക്ഷൻ പ്രതിപക്ഷത്തെ ഒറ്റപ്പെടുത്തുന്നുവെന്നാണ് വിമർശനം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പണം അനുവദിക്കണമെന്ന് 16ാം ധനകാര്യ കമ്മീഷനോട് കേരളം. നികുതി ഭാഗം വയ്ക്കുന്നതിൽ മാറ്റം വരുത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടു. ചില കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നുവെന്ന് സമ്മതിച്ച കമ്മീഷൻ സാഹചര്യം പഠിച്ച് തീരുമാനമെടുക്കുമെന്നും വ്യക്തമാക്കി. ഡിവിസീവ് പൂൾ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്നായിരുന്നു കേരളത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. ഡിവിസീവ് പൂളിലേക്ക് കേന്ദ്രം നൽകുന്ന 15% 32.5% ഉയർത്തണമെന്നും സംസ്ഥാനം ആവശ്യപ്പെട്ടു. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക അനുവദിക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടതായി 16ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷൻ അരവിന്ദ് പനഗാരിയ വ്യക്തമാക്കി. കേന്ദ്ര നികുതി വരുമാനം വീതം വയ്ക്കുന്നത് 50% ആക്കണമെന്ന ആവശ്യവും കമ്മീഷൻ മുമ്പാകെ കേരളം ആവർത്തിച്ചു. There are also some grants that the Commission recommends for disaster relief. And in particular, there is this called the SDRF, State Disaster Relief Fund. സെസ്സും സർചാർജും സംബന്ധിച്ച വിഷയം സങ്കീർണമാണെന്ന് കമ്മീഷൻ സംസ്ഥാനത്തെ അറിയിച്ചു. ഇതിന് നിയന്ത്രണം കൊണ്ടുവരണമെന്ന ആവശ്യവും കൂടിക്കാഴ്ചയിൽ ഉയർന്നു. ജനസംഖ്യാ അനുപാതത്തിന്റെ പേരിൽ അർഹമായ സാമ്പത്തിക സഹായം സംസ്ഥാനത്തിന് നൽകണമെന്ന് പ്രതിപക്ഷവും കമ്മീഷനോട് ആവശ്യപ്പെട്ടു. വികേന്ദ്രീകൃതമായ ഒരു നികുതി സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യവും പ്രതിപക്ഷം മുന്നോട്ട് വെച്ചു. നേരത്തെ കഴിഞ്ഞ ധനകാര്യ കമ്മീഷനിൽ 2.5% ഉണ്ടായിരുന്നത് 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ 1.92% കുറഞ്ഞു സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതം 41% മാത്രമാണ്. അത് 50% ഉയർത്തണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ആളോഹരി വരുമാനത്തിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നു. കേരളം ഒരുപാട് നാളത്തെ കഠിനാധ്വാനം കൊണ്ട്
ആളോഹരി വരുമാനം വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാനമാണ്. അതിപ്പോൾ നമുക്ക് ദോഷകരമായി മാറുകയാണ്. ആളോഹരി വരുമാനത്തിന് കൊടുക്കുമ്പോൾ നമുക്ക് നികുതി വിഹിതം ലഭ്യമാകും. അതിന് കൊടുത്തിരിക്കുന്ന ഒരു വെയിറ്റേജ് 45% എന്നുള്ളത് 25% കുറയ്ക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഉരുൾപൊട്ടലിന്റെയും വെള്ളപ്പൊക്കത്തിന്റെയും പശ്ചാത്തലത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ തുക വേണമെന്ന ആവശ്യവും കേരളം മുന്നോട്ട് വെച്ചു. പ്രത്യേക ഗ്രാന്റായി 13,000 കോടി അനുവദിക്കണമെന്നും ധനകാര്യ കമ്മീഷന് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ശരണമന്ത്രമുഖരിതം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമലയിൽ ദർശന രീതിയിൽ മാറ്റം വരുന്നു. കൊടിമരം കഴിഞ്ഞാൽ നേരിട്ട് ശ്രീകോവിലേക്ക് എത്തി അയ്യപ്പ വിഗ്രഹം കാണാവുന്ന രീതിയിലാകും ക്രമീകരണം. അടുത്ത തീർത്ഥാടന കാലം മുതൽ സൗകര്യമൊരുക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. സന്നിധാനത്ത് ദീപാരാധനയാണ് തത്സമയത്തിലേക്ക്. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ലൈവ് at 6 പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം